മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. പറഞ്ഞിരുന്നു ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് ലീഗിന്റെ വടച്ച തമ്പുരാന് ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് തന്നെ ഈ PM-ശ്രീ കേരളത്തിൽ നടപ്പാക്കിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മലയാളികളുടെ ആകെ ഒരു അഭിമാനമായിട്ട് ഞാൻ കാണുക. ലീഗുകാരെ കൊണ്ട് തന്നെ ഇത് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞല്ലോ ഭഗവാനെ. അതാണ് അതിന്റെ കാര്യം. ഈ ശംസുദ്ദീനെ കൊണ്ട് തന്നെ, കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കാൻ കഴിയുന്നു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഷാജിയൊക്കെ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, നിങ്ങൾ ഫയലിലെല്ലാം പിടിച്ചു വെക്കുന്നവരല്ലേ. അയാളൊക്കെ എവിടെ ഉണ്ടെന്നൊന്ന് അന്വേഷിക്കുന്ന നല്ലതാട്ടോ. തിരുവനന്തപുരത്ത് ഉണ്ടാവും, ഒന്ന് ചോദിച്ചു നോക്കണം. എന്തായിരുന്നു പ്രസംഗം? ഒന്നും അറിയാതെ, വസ്തുതകൾ പഠിക്കാതെ, പരിശോധിക്കാതെ, ഒരു കാര്യം വരുമ്പോൾ അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ആലോചിക്കാതെ, ഇത്രയും നീചമായ രാഷ്ട്രീയം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും ഇങ്ങനെയില്ല. അതുകൊണ്ട് ഇതിന് ഉത്തരം പറയാനുള്ള ബാധ്യത LDF-നും UDF-നും ഉണ്ട്. നിങ്ങൾ കേട്ടില്ലേ? യഥാർത്ഥത്തില് ലീഗിന്റെ ഓരോ പ്രവർത്തകരും കരുതുന്നുണ്ടാവും സുരേന്ദ്രന് ഇതിനും നല്ലത് ഞങ്ങളുടെ മോന്തക്കൊന്ന് തരുന്നതായിരുന്നു എന്ന്. യജാതി അടിയാണ് സുരേന്ദ്രൻ മുസ്ലിം ലീഗിന്റെ മണ്ടക്കിട്ട് തന്നെ ഈ കൊട്ടിയിട്ടുള്ളത്. PM-ശ്രീ പദ്ധതി VD സതീശൻ അംഗീകരിച്ചതോടുകൂടിയിട്ട് സുരേന്ദ്രൻ കൃത്യമായിട്ട് ചോദിക്കുക, എവിടെ പോയി KM ഷാജി? അത് മാത്രമല്ല, അറബിക്കടലിലേക്കൊക്കെ എന്തോ എടുത്തെറിയുമെന്നൊക്കെയായിരുന്നു KM ഷാജി വിളിച്ചു പറഞ്ഞത്. ആ KM ഷാജി മന്ത്രിയായിരിക്കുന്ന മന്ത്രിസഭയിൽ PM-ശ്രീയെ സ്വീകരിക്കാൻ ശംസുദ്ദീൻ ഉൾപ്പെടെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും മന്ത്രിമാർ PM-ശ്രീ പദ്ധതിയെ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കാൻ പോവാ. പ്രഖ്യാപനങ്ങൾ വന്നു കഴിഞ്ഞു. ആ സമയത്താണ് സുരേന്ദ്രന്റെ വക ഒരു 1.5 അടി UDF-നിട്ട് മുസ്ലിം ലീഗിനിട്ട് കൊടുത്തിട്ടുള്ളത്. യജാതി അടിയാണ്. ഇതിലും അപ്പുറം ഒരു അടിയൊരു മുസ്ലിം ലീഗിന് കിട്ടാനുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. മുസ്ലിം ലീഗിന്റെ ഒരു ഗതികേട്. ഇക്കാലം അത്രയും LDF കേരളം ഭരിച്ച ഇക്കാലം അത്രയും PM-ശ്രീ അങ്ങനെയാണ് ഇങ്ങനെയാണോ എന്ന് പറഞ്ഞ അതേ ആളുകൾ ഇന്ന് അവർ തന്നെ ഭരിക്കുമ്പോ ചുവന്ന പരവതാനി വിരിച്ച് അവർ എതിർത്തതിനെ തന്നെ സ്വീകരിക്കുന്നു. ഇതിലും വലിയ ഗതികേട് ലോകത്ത് മറ്റാർക്കും വന്നിട്ടുണ്ടോ? മറ്റാർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് VD സതീശൻ ഒരു പറ്റിക്കലുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണല്ലോ, ഈ സുഡാപ്പി ജിഹാദി തീവ്ര ചിന്താഗതിക്കാരി എന്ന് പറയുന്നത് ഏറെക്കുറെ മൊണ്ണകളുമാണ്. ചിന്താശേഷി എന്നൊരു സാധനം അവർക്കില്ലല്ലോ. അത് സതീശനും അറിയാം. എന്നിട്ട് സതീശൻ അവരെയിട്ട് ഈ വിഷയത്തിൽ പറ്റിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടോക്കൂ. കഴിഞ്ഞ ഗവൺമെന്റ് PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കേരള ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. തടഞ്ഞു വെച്ച പണം തന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു 106 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്. ഇതാണ് അതിന്റെ കാര്യം. അതിനെ ആശയപരമായി അതിനോടുള്ള എതിർപ്പ്, കരിക്കുലം ഫ്രീഡത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടരുത് എന്നതാണ്. 2, ഇത് നടപ്പാക്കുന്ന സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റിന് നൽകണം എന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും കരിക്കുലം സ്വാതന്ത്ര്യത്തിൽ, അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ, സംസ്ഥാന സർക്കാരിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. 2, സ്കൂൾ സെലക്ഷൻ, അത് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ PM-ശ്രീ പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിന്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ ശ്രീ റോജി M. ജോൺ, ശ്രീ PC വിശ്വനാഥ്, ശ്രീ M. ലിജു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റി, മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും മന്ത്രിമാർ അവർ ഇത്രയും കാലം എതിർത്തതിനെ BJP സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കുന്ന PM-ശ്രീ പദ്ധതിയെ അവർ ചുവന്ന പരവതാനി വിരിച്ച് ഇന്ന മന്ത്രിമാർ നമ്മുടെ കേരളത്തിലേക്ക് സ്വീകരിക്കുന്നു എന്നുള്ളതാണിപ്പോ സതീശൻ ഈ പ്രഖ്യാപിച്ചത്. പിന്നെ സതീശൻ
മൊണ്ണകളായിട്ടുള്ള ജിഹാദികളെയും ചുടാപ്പികളെയൊക്കെ തീവ്ര ചിന്താഗതിക്കാരെയും വഞ്ചിച്ചത്, അവരെ അങ്ങ് തേച്ചൊട്ടിച്ചതും നിങ്ങൾ കേട്ടില്ലേ? അതായത് കേന്ദ്ര സർക്കാരിനെ കരിക്കുലത്തിൽ ഇടപെടാനൊന്നും അനുവദിക്കില്ല എന്ന്. നാണല്ലേ സതീശനൊക്കെ? നിലവിൽ തന്നെ കേരളത്തിന്റെ കരിക്കുലത്തിൽ, അതായത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ NCERT അല്ലേ മുന്നോട്ട് പോകുന്നത്? NCERT അനുസരിച്ചല്ലേ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്? പിന്നെ എന്ത് കരിക്കുലത്തിൽ ഇടപെടിപ്പിക്കൂല എന്നൊക്കെയാ പറയുന്നത്? ഓൾറെഡി ഇടപെട്ടു കഴിഞ്ഞു. രാജ്യത്തെ കേന്ദ്ര സർക്കാർ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് എന്ത് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നോ അത് തന്നെ കേരളത്തിലെയോ വിദ്യാർത്ഥികളെ പഠിപ്പിക്കും. അതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. പിന്നെ ഈ മുസ്ലിം ലീഗിന്, സതീശന്, ഇവിടെയുള്ള ഇടതുപക്ഷത്തിന്റെ ഒക്കെ ഒരു വെപ്രാളെന്താ? ഒരു പാഠ്യപദ്ധതിയിൽ ഇന്ന മാറ്റം വരുന്നു അല്ലെങ്കിൽ ഇന്ന പദ്ധതി വരുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്താ ഇത്ര വെപ്രാളം? ഒരു സംശയം വേണ്ട. ഇവർ രാജ്യം ഭരിച്ച സമയത്ത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടിയിട്ട് കോൺഗ്രസ് രാജ്യം ഭരിച്ച കാലത്തൊക്കെ തന്നെ ഇവർക്ക് തോന്നിയതുപോലെ ഇവരുടെ പൊളിറ്റിക്സിന് അനുകൂലമായിട്ടായിരുന്നു പാഠ്യപദ്ധതികള് സകലതും തയ്യാറാക്കിയിരുന്നത്. അതേപോലെ ഇന്നത്തെ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഉൾപ്പെടുത്തുമോ എന്ന ഭയമാണ് ഇവർക്ക്. അത്തരത്തിലൊരു ഭയവും വേണ്ട. PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് വളരെ വലിയ രീതിയിൽ കേന്ദ്ര സർക്കാർ പണം ചിലവഴിക്കുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും അവരുടെ ഉന്നമനത്തിനു വേണ്ടിയിട്ടാ. അന്താരാഷ്ട്ര നിലവാരമുള്ള, അന്താരാഷ്ട്ര തലത്തിലുള്ള വിദ്യാർത്ഥികളോട്, അത്തരം വിദേശ രാജ്യങ്ങളിൽ പോലും പഠിക്കുന്ന വിദ്യാർത്ഥികളോട് കിടപിടിക്കാൻ പ്രാപ്തി ഉണ്ടാവണം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് PM ശ്രീ പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ 2047 വികസിത രാജ്യമെന്ന നമ്മുടെ ആ ഒരു സ്വപ്ന നേട്ടത്തിലേക്ക്, ആ ഒരു ലക്ഷ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പ നമ്മുടെ രാജ്യത്തെ പുതുതലമുറയെ ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കുക. നമ്മുടെ പുതുതലമുറയിലൂടെ നമ്മുടെ രാജ്യത്തെ വികസിത ഭാരതമാക്കുക നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയാ. ആ പദ്ധതിക്കെതിരെയാണ് കേരളം ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത്. എത്ര നെറികേടാണെന്നോ ഇടതും വലതും ഇത്രയും കാലം നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളോട് കാണിച്ചത്. നമ്മുടെ കേരളത്തിലെ രക്ഷിതാക്കളോട്, കേരളത്തിലെ സാധാരണ വിദ്യാർത്ഥികളോട് ഇടതും വലതും ഇത്രയും കാലം നടപ്പിലാക്കാതെ PM ശ്രീ പദ്ധതിയെ മാറ്റി നിർത്തിയതിന് മാപ്പ് പറയണോ? ഒരു തർക്കമില്ല. കോടിക്കണക്കിന് രൂപ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രം കൊടുക്കുമ്പോൾ അതിനെ എതിർക്കുക കോൺഗ്രസ് ഭരിക്കുന്ന മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും PM ശ്രീ പദ്ധതി നടപ്പിലാക്കി. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇവിടെ മാത്രം നടപ്പിലാക്കുന്നില്ല. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് ഇവരൊക്കെ എതിർപ്പിനെ തുടർന്ന് ഇത്രയും കാലം നടപ്പിലാക്കാതെ മുന്നോട്ട് പോയത്. ഇപ്പോൾ ഒടുവിൽ BJP ആണ് ശരിയെന്ന് ഇടതുപക്ഷവും കോൺഗ്രസും ഒരേപോലെ സമ്മതിച്ചിരിക്കുന്നു. ഇടതുപക്ഷം ഒപ്പിട്ടിരിക്കുന്നു. VD സതീശൻ സ്വീകരിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? PM ശ്രീ പദ്ധതി ഇവിടെ സാധാരണ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തന്നെയാണ്. നാളെ നമ്മുടെ കേരളത്തിലെ പുതുതലമുറ UDF-നെയും LDF-നെയും പുച്ഛിച്ച് തള്ളാതിരിക്കാൻ, പുതുതലമുറ ഇവരുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പാതിരിക്കാനാണ് ഇപ്പോ UDF ഒക്കെ BJP സർക്കാർ നടപ്പിലാക്കുന്ന, മോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയെ സ്വീകരിക്കുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.